ജമ്മു കശ്മീരിലെ പൂഞ്ചിൽ പാക് ഷെല്ലാക്രമണത്തിൽ സൈനികന് വീരമൃത്യു. ലാൻസ് നായിക് ദിനേശ് കുമാറാണ് വീരമൃത്യു വരിച്ചത്. ഇന്ന് പുലർച്ചെ മുതൽ മേഖലയിൽ പാകിസ്ഥാൻ കനത്ത ഷെല്ലാക്രമണമാണ് നടത്തുന്നത്. വിവരങ്ങളുമായി അർജുൻ പീതാംബരൻ ചേരുന്നുണ്ട്. അർജുൻ, നോക്കൂ, പാകിസ്ഥാന് നേരെയല്ല, ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ ഒരു മറുപടി നൽകിയത്. പക്ഷേ പാകിസ്ഥാൻ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന നടപടികൾ തീർത്തും അപലപനീയമായ നടപടിയാണ്. പൂഞ്ചിൽ സാധാരണക്കാർ കൊല്ലപ്പെടുന്നു. ഒരു സൈനികൻ ഇപ്പോൾ വീരമൃത്യു വരിച്ചിരിക്കുകയാണ്. ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ കൃത്യമായ ഒരു തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് വീണ്ടും ഉണ്ടാകില്ലേ? സന്ധ്യ, തീർച്ചയായിട്ടും ഇന്നത്തെ രാത്രിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കരസേനയ്ക്കും അതുപോലെ തന്നെ നിയന്ത്രണ രേഖയെ സംബന്ധിച്ചും വളരെ നിർണായകമായിട്ടുള്ള ഒരു രാത്രിയാണ്. കാരണം പാകിസ്ഥാന്റെ പ്രകോപനം ഇന്ത്യ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെയുള്ള സംഘങ്ങൾ, ലോക്കലായിട്ടുള്ള സൈനിക സംഘങ്ങളോട് ഈ കരസേന മേധാവി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല, പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും വലിയൊരു പ്രകോപനം ഉണ്ടാവുകയാണെങ്കിൽ എല്ലാ പ്രവൃത്തി സ്വാതന്ത്ര്യവും ഈ സേനകൾക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് നിലവിൽ സൈനിക കേന്ദ്രങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ കനത്ത ഷെല്ലാക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഈ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സൈനികരാണ്, ജവാനാണ് ഇപ്പോൾ വീരമൃത്യു വരിച്ചതായിട്ടുള്ള വിവരം സൈനിക കേന്ദ്രങ്ങൾ തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ലാൻസ് നായിക് ദിനേശ് കുമാറാണ് വീരമൃത്യു വരിച്ചിരിക്കുന്നത്. ഇദ്ദേഹം രാവിലെ ഈ പൂഞ്ച് രജൌരി സെക്ടറിൽ കനത്ത ഷെല്ലിംഗ് ഉണ്ടായിരുന്നു. അതിൽ പരിക്കേറ്റ 2 ജവാന്മാരിൽ ഒരാളാണ്. ഒരു ജവാൻ കൂടി ഇപ്പോഴും പരിക്കേറ്റ് ചികിത്സയിൽ തുടരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ച കൃത്യമായിട്ടുള്ള വിവരങ്ങൾ സൈനിക കേന്ദ്രങ്ങൾ എടുത്തുകൊണ്ടുമിരിക്കുകയാണ്. വേണ്ട എല്ലാ ചികിത്സാ സഹായങ്ങളും നൽകുന്നുണ്ട്. ഒപ്പം 42 പേര് കൂടി പരിക്കേറ്റ് ഇപ്പോൾ ചികിത്സയിൽ തുടരുന്നുണ്ട്. 15 സാധാരണക്കാർ, അതായത് പൊതുജനമാണ്, പ്രദേശവാസികളാണ് ഇന്ന് രാവിലെ ഉണ്ടായ ഈ ഷെല്ലിങ്ങിൽ, കനത്ത ഷെല്ലിങ്ങിൽ കൊല്ലപ്പെട്ടത്. അത് പലരും ചെറിയ കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. അത്തരത്തിൽ കനത്ത ഷെല്ലിംഗ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും ഈ പൂഞ്ച് രജൌരി മേഖലകളിൽ ഉണ്ടായിട്ടുണ്ട്. അതിന് ശക്തമായിട്ടുള്ള തിരിച്ചടി നമ്മുടെ സേനയും നൽകിയിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നാളെ പുലർച്ചെ അല്ലെങ്കിൽ ഇന്ന് രാത്രി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പോകുന്ന പ്രകോപനം അത് ഏത് തരത്തിലായിരിക്കും എന്നുള്ള ഒരു ആകാംക്ഷ അല്ലെങ്കിൽ ഒരു ജാഗ്രത ഇപ്പോൾ വെച്ചു പുലർത്തുന്നു. കാരണം കഴിഞ്ഞ 10-13 ദിവസമായി ഇത്തരത്തിൽ വെടിനിർത്തൽ കരാർ ലംഘനം ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി പാകിസ്ഥാൻ ആ പ്രകോപനത്തിന്റെ വ്യാപ്തി വളരെ വലുതായിട്ട് കൂട്ടിയിരിക്കുന്നു. അവർ ഷെല്ലിംഗ് തുടങ്ങിയിരിക്കുന്നു. പിന്നാലെ സൈന്യവും ബിഗ് ബോർ വലിയ രീതിയിലുള്ള ആർട്ടിലറി ഫയറിംഗ് അടക്കം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുക. എന്തായാലും ഇന്നത്തെ രാത്രി കരസേനയെ സംബന്ധിച്ചും അതുപോലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തെ ഡിപ്ലോയ്മെന്റിനെ സംബന്ധിച്ചും വളരെയധികം പ്രാധാന്യമുള്ളതാണ്. കാരണം എല്ലാ സ്വാതന്ത്ര്യവും കരസേന മേധാവി നൽകിയിട്ടുണ്ട്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും വലിയ പ്രകോപനം ഉണ്ടാവുകയാണെങ്കിൽ തിരിച്ചും അതിർത്തി കയറിയിട്ടുള്ള ഒരു ഫയറിംഗിലേക്ക്, ആർട്ടിലറി ഷെല്ലിങ്ങിലേക്കും ഫയറിംഗിലേക്കും അടക്കം ഒരുപക്ഷെ കാര്യങ്ങൾ പോയേക്കാം.